നമസ്കാരം. കുറേയധികം പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ മാനിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അതായത് അവക്കാഡോ വെച്ചിട്ടുള്ള ഷേക്ക് നിങ്ങളിൽ പലരും എന്നോട് ചോദിച്ചിരുന്നില്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും നാളും അവക്കാഡോയെ പരിചയപ്പെടുത്തിയെന്നില്ല അല്ലേ? അവക്കാഡോ ഞാൻ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു പോയെങ്കിലും നമ്മൾ അത് വെച്ചിട്ടുള്ളൊരു റെസിപ്പി ഇതുവരെ തയ്യാറാക്കിയിരുന്നില്ല അല്ലേ? അപ്പോൾ കുറച്ച് വ്യത്യസ്തമായ ഒരു നല്ല രുചികരമായ ഒരു ഷേക്കാണ് ഇന്നത്തേത്. അപ്പോൾ അവക്കാഡോയെക്കുറിച്ച് ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് പോഷക മൂല്യങ്ങൾ വളരെയധികമുള്ള, നമ്മുടെ ശരീരത്തിനേറെ ആവശ്യമായ വളരെ അമൂല്യമായ പോഷകങ്ങളുടെ കലവറയാണ് അവക്കാഡോ. അവക്കാഡോ എന്ന് പറയുന്നത് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഒരു മരത്തിലാണിത് പിടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പഴുത്ത് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധാപൂർവം ഇത് കഴിക്കണം. പഴുത്ത് വന്ന് കുറച്ച് ഓവർ റൈപ്പായി കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി എല്ലാം കറുത്തു പോകും, അകത്തുള്ള എല്ലാ ഫ്ലഷും. ഇതൊരു 3 സ്ട്രക്ചറാണ്. ഒന്ന് തൊലിയുണ്ട്, അതിൻ്റെ നടുക്കാണ് കുരു ഇരിക്കുന്നത്, വലിയൊരു കുരു. അതിൻ്റെ ഇടയ്ക്കാണ് ഫ്ലഷ് ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നമ്മൾ എഡിബിളായിട്ടുള്ള പോർഷൻ നടുക്കാണ് ഇരിക്കുന്നത്. അത് നല്ല ബട്ടർ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഈ പേര് തന്നെ ഇട്ടേക്കുന്നത്. കൊഴുപ്പ് പോലെ, അതായത് നമ്മളുടെ ഇത് വെണ്ണയില്ലേ, അതേ കൺസിസ്റ്റൻസിയാണ്. രുചിയോ സൂപ്പർ രുചിയാണ്. അത് കറക്റ്റായിട്ടുള്ള ആ ഒരു റൈപ്പനിങ് സ്റ്റേജിൽ കിട്ടണം. അതാണ്. ഒത്തിരി ഓവർ റൈപ്പായവ കറുത്ത നിറമായി പോകും. കറുത്ത നിറമാവുന്നത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. കറുത്ത തൊലിക്ക് കുഴപ്പമില്ല, പക്ഷേ അത് തുറന്ന് നോക്കുമ്പം കറുത്തിരിക്കുകയാണെങ്കിൽ കഴിക്കാൻ പാടില്ല, കളയണം. അത് ശരീരത്തിന് ഏറെ ദോഷകരമായ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ നോക്കണം. അവക്കാഡോ ഇതിന് ഒരു 100 ഗ്രാമിനകത്ത് ഏകദേശം 160 കലോറിയാണ് അടങ്ങിയിട്ടുള്ളത്. പ്രോട്ടീൻ്റെ അളവ് കുറവാണ്, പക്ഷേ ഇതൊരു ഫാറ്റ് ഫ്രൂട്ടാണ്. കൊഴുപ്പ് അടങ്ങിയ, ഏറ്റവും കൂടുതൽ നല്ല കൊഴുപ്പ് അടങ്ങിയ പഴവർഗ്ഗം ഏതെന്ന് ചോദിച്ചാൽ അതാണ് അവക്കാഡോ. അപ്പോൾ ഇതിൽ ഏകദേശം 14 ഗ്രാമിനധികം കൊഴുപ്പടങ്ങിയിട്ടുണ്ട്. അത് നല്ല കൊഴുപ്പാണ്. ഏറ്റവും നല്ല ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ കലവറ. അതുകൊണ്ട് തന്നെ ഇപ്പം വെജിറ്റേറിയൻസിന്, ഇപ്പം മീനും മുട്ടയും ഒന്നും അധികം ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാത്തവർക്ക് ഏറ്റവും നല്ല ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഈ അവക്കാഡോ, വെജിറ്റേറിയൻസിന്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. പക്ഷേ കുറച്ച് വിലയുണ്ട് എന്നുള്ളൊരു കാര്യം. നല്ല വിലയുള്ളതാണ് അവക്കാഡോ. പെട്ടെന്ന് ചീപ്പായിട്ട് ഇത് ഒരിക്കലും കിട്ടാറില്ല. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വൈറ്റമിൻ ബി, സി, ഇ, കെ എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം ഇതിനകത്ത് ഫാറ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഫാറ്റ് സോലുബിൾ വൈറ്റമിനായ എ, ഡി, ഇ, കെ അബ്സോർബ് ചെയ്യാൻ, അത് ആഗീകരണം ചെയ്യാൻ ഇതേറെ സഹായിക്കുകയും ചെയ്യും. ഇത് നല്ല ഒരു പ്രീബയോട്ടിക്കാണ്. ഫൈബറും ഉണ്ട്, അതോടൊപ്പം എല്ലാ ന്യൂട്രിയൻസിൻ്റെയും കലവറയാണ്. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ തല മുതൽ പാദം വരെ ഇത് ഒത്തിരി സഹായിക്കും. മുടിയുടെ ആരോഗ്യത്തിന്, ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അതിനകത്ത് സൈറ്റോസ്റ്റിറോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുഡ് കൊളസ്ട്രോൾ അടങ്ങിയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലതായി നമ്മളെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് കാത്തു സൂക്ഷിക്കും. കണ്ണിൻ്റെ ലൂട്ടിൻ, സിയാസാന്തിൻ എന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് ആൻറ്റി ക്യാൻസറസ് ആണ്. ഓസ്റ്റിയോപൊറോസിസ്, എല്ല് തേയ്മാനത്തിന് ഏറ്റവും നല്ലത്. അതോടൊപ്പം ഡൈജഷൻ, വയറിനകത്തുള്ള ഡൈജഷൻ, നേരത്തെ പറഞ്ഞ് ഞാൻ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും കൂടെ അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. പിന്നെ ഇമ്മ്യൂണിറ്റിയെ കറക്റ്റ് ചെയ്യാൻ, ദഹനക്കേടുണ്ടാവാതിരിക്കാൻ. അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം, ഇത് ഒരു ഫില്ലിംഗ് ഫ്രൂട്ടാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇന്നത്തെ ഈ റെസിപ്പി ഒരു ഫുൾ മീൽ ബൈ ഇറ്റ് സെൽഫാണ്. ഇത് നിങ്ങൾ തയ്യാറാക്കി കുടിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ നിങ്ങൾക്ക് വിശപ്പുണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ബട്ടർ ഫ്രൂട്ട്, അവക്കാഡോയുടെ ആ ഫ്ലഷും അതിൻ്റെ കൂട്ടത്തിൽ ബദാമും കാഷ്യൂനട്ടും, ഇപ്പം ഏകദേശം 100 ഗ്രാം അവക്കാഡോയുടെ ഫ്ലഷ് എടുത്തിട്ടുണ്ട്. 10 കാഷ്യൂനട്ടും ഒരു 20 ബദാമും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് ഇത്രയും കൂടെ ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്ന ഒരു പേസ്റ്റാണിത്. ഓക്കെ. പിന്നെ ഇത് തേങ്ങാപ്പാൽ ഏകദേശം 100 ഗ്രാം ഉണ്ട്. പിന്നെ ചിയാ സീഡ് ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ഒരു 10 ഗ്രാം ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്തത്, കുരുമുളക് പൊടി, ഉപ്പ്.
ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ഷേക്കിന് ആവശ്യമായത്. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിയ സീഡ് ചേർക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നിങ്ങൾക്ക് ഉപ്പ് വേണ്ടായെങ്കിൽ ചേർക്കണ്ട. ഇതിന് 2 ഓപ്ഷൻസാണ് ഉള്ളത്. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഉപ്പ് മാറ്റിയിട്ട് കുറച്ച് മധുരം ചേർക്കാം. ഓർഗാനിക് ബ്രൗൺ ഷുഗറോ ഓർഗാനിക് ജാഗറിയോ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ തേൻ ചേർക്കാം. ഇത് രാവിലെ ഒരു നേരത്തെ ഭക്ഷണമായിട്ടും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചവയ്ക്കാനും കുറച്ചുണ്ട്. ആ ചിയ സീഡിൻ്റെ ആ ക്രഞ്ചിനെസ്സും ബദാമൊക്കെ ഞാൻ വളരെയധികം അരച്ചില്ല, കുറച്ച് അരച്ചിട്ടുള്ളൂ. അപ്പോൾ കടിക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവക്കാഡോയുടെ കാര്യത്തിൽ ഞാൻ വിട്ടുപോയി. ഡിപ്രഷൻ ഉള്ളവർക്ക് ഏറ്റവും നമ്പർ 1 ആണിത്. എന്താണെന്നറിയോ? സന്തോഷം ഉണ്ടാവും. ഡിപ്രഷൻ ചിലർക്ക് ഈ എപ്പോഴും ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ, ഇതാണ് ഒമേഗ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ഫുഡാണ്. അപ്പോൾ നല്ല എനർജറ്റിക്കായിട്ട് നല്ല ആക്റ്റീവായിട്ട് ബ്രെയിൻ പ്രവർത്തിക്കും. അതുകൊണ്ട് ഡിപ്രഷനുള്ളവർ എല്ലാ ദിവസവും അവക്കാഡോ വാങ്ങി കഴിക്കാൻ ശ്രമിക്കുക. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫുൾ മീൽ തന്നെയാണ്. ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 നേരം 3 നേരമോ കഴിക്കാനും വേണ്ടിയുണ്ട്. ഇതും കഴിക്കുമ്പോൾ അപ്പം തന്നെ വയറ് നിറയും. എല്ലാം നല്ല ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട്. അതുപോലെ ചിയ സീഡും അതുപോലാണല്ലോ. പ്രോട്ടീനും ഫാറ്റും ഫൈബറിൻ്റെ കലവറയാണ് ഇതിനകത്ത് ചേർത്ത ചിയ സീഡ്. അതുപോലെ ബദാമോ അതിനേക്കാൾ എക്സലൻറ്റ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഗുഡ് കൊളസ്ട്രോളും ഗുഡ് കൊളസ്ട്രോളിൻ്റെയും ഗുഡ് പ്രോട്ടീൻ്റെയും നല്ല കൊളസ്ട്രോളിൻ്റെയും നല്ല പ്രോട്ടീൻ്റെയും നല്ല ഒരു സമന്വയമാണ് ഇതിനകത്ത് ഈ ഒരു നമ്മുടെ റെസിപ്പിയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് പോഷകങ്ങളെ തിരിഞ്ഞു നോക്കേണ്ട, പോഷകങ്ങളുടെ കാര്യത്തിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ്, സംശയമില്ല. അപ്പോൾ പറ്റുന്ന പോലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. അപ്പോൾ ഈ അവക്കാഡോ ഇതിനോടൊപ്പം ഇതിനകത്ത് മുരിങ്ങയില ചേർത്ത് കഴിക്കാം. ഞാനിപ്പോൾ ഇത് ചേർത്തില്ലെന്നേ ഉള്ളൂ. മുരിങ്ങയില ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുറച്ച് മുരിങ്ങയില ഇതിനോടൊപ്പം ചേർക്കാം. അല്ലെങ്കിൽ പാലക്കല ചേർക്കാം, ലെറ്റ്യൂസ് ഇല ചേർക്കാം, അതോടൊപ്പം എള്ള് ചേർക്കാം. ഇതിന് ഓപ്ഷൻസാണ് ഇതെല്ലാം. നിങ്ങളുടെ താല്പര്യം പോലെ ഇതൊക്കെ ചേർക്കാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും ഇത് തയ്യാറാക്കി കഴിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.